നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുവാൻ വേണ്ടിയിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞു, മുസ്ലിം ലീഗിനെതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒന്നിച്ചു. അത് കഴിഞ്ഞ് സുകുമാരൻ നായർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റിയേക്കാണ് നമ്മുടെ ചാനലുകൾ. ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നിടം വരെ ഇതുപോലുള്ള ഗിമ്മിക്കുകളൊക്കെ നമുക്ക് ഒരുപാട് കാണേണ്ടതായിട്ട് വരും. നമുക്ക് കാണാൻ വിധിക്കപ്പെട്ട ആളുകളാണ് പൊതുജനം, വോട്ടേഴ്സ്. അത് കഴിയുമ്പോൾ ഇവരൊക്കെ ഒന്നിക്കും. അവരൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇപ്പം തന്നെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഒന്നിച്ചല്ലേ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് ഡൽഹിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ രണ്ടും ഒറ്റക്കെട്ടാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. വേണ്ട, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവരെയൊന്നും നമുക്ക് ഒരു തരത്തിലും തിരുത്താനായിട്ട് സാധിക്കില്ല. തിരുത്താൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവരെയൊക്കെ തിരുത്താനായിട്ട് സാധിക്കും. ഹിന്ദു എന്ന വിഭാഗത്തിനെതിരെ എന്തു പറഞ്ഞാലും ആരെന്തു പറഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമില്ല. എന്നാൽ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയെ പറ്റി പറഞ്ഞാൽ അത് ഭയങ്കര വർഗീയതയും. ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അത് വിമർശനത്തിന് വിധേയമാണ്. മുസ്ലിം എന്ന പേരിൽ തന്നെ ആ മതത്തിൻ്റെ പാർട്ടിയാണ് ആ പാർട്ടി എന്നുള്ളത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ KM ഷാജി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മതമാണ് പ്രശ്നം എന്നുള്ളത് KM ഷാജി പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. മതം തന്നെയാണ് അവരുടെ പ്രശ്നം. ഒരു മതരാഷ്ട്ര സ്ഥാപനം തന്നെയാണ് അവരുടെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രശ്നം അത് തന്നെയല്ലേ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ലേ അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടുള്ള ഭീകരവാദികളാണ് പഹൽഗാമിലും ഡൽഹിയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. നമ്മുടെ ആളുകളെ മതം ചോദിച്ചു കൊന്നു. അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിനെപ്പറ്റി ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ KC വേണുഗോപാലും മറ്റേ നേതാവും പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹിന്ദുവിനെ പറ്റി ആർക്ക് എന്തും പറയാം, ഒരു കുഴപ്പമില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. മുസ്ലിമിനെ പറ്റി പറയാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ പറ്റി പറയാൻ പാടില്ല. ക്രിസ്ത്യാനിയെ പറ്റി പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിൽ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണെന്നേ. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ നൂറ്റാണ്ടുകളായിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളാണ് അതെല്ലാം. അതൊന്നും ഒറ്റയടിക്ക് നമുക്ക് ആർക്കും മാറ്റാനായിട്ട് സാധിക്കില്ല. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐക്യപ്പെടുന്നത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഐക്യപ്പെടുന്നത് മുസ്ലിം വിരോധത്തിൻ്റെ പേരിലാണ്. അത് ഐക്യപ്പെടാൻ പാടില്ല എന്നൊക്കെ ഒരാൾ വന്നിരുന്ന് പറയുന്നതായിട്ട് കേട്ടു. ഇവർക്കൊക്കെ ഐക്യപ്പെടാം. ഇവർക്ക് സകല മുസ്ലിം സംഘടനകൾക്കും ഒറ്റയടിക്ക് ഐക്യപ്പെടാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഹിന്ദുക്കൾ ഐക്യപ്പെടുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും വെള്ളപൂശുകയല്ല ഇവിടെ ചെയ്യുന്നത്. സുകുമാരൻ നായർ പറഞ്ഞ ഒരു വൃത്തികേട് നിങ്ങൾ കേട്ടതല്ലേ. അയ്യപ്പന്മാരൊക്കെ തീട്ടക്കണ്ടിയുടെ ഉള്ളിൽ കുളിച്ചതിന് ശേഷമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നന്നാക്കേണ്ട ആൾക്കാരാരാ? അവിടെ 57 മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഭരിച്ച LDF-ഉം UDF-ഉം സർക്കാരുണ്ടായിട്ട് അവർക്കൊന്നും കഴിയാത്ത കാര്യം ഒരു ദിവസം കൊണ്ട് കേന്ദ്രത്തിന് വന്ന് ചെയ്യാനായിട്ട് സാധിക്കുമോ? കേന്ദ്രത്തിന് സേനയെ ഇറക്കി ഇത് ചെയ്യാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പറയും ഫെഡറൽ സംവിധാനത്തെ തകർത്തു എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. വേണ്ട, രാഹുൽ ഗാന്ധിയോട് ഒരു ബംഗാളി പയ്യൻ ചോദിച്ചു, കേരളത്തിൽ ഇത്രയൊക്കെ വികസനങ്ങൾ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ബംഗാളിൽ വികസനം വരാത്തത് എന്ന് ചോദിച്ചതിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയില്ല രാഹുൽ ഗാന്ധി. അപ്പോൾ അവിടെ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കേണ്ടതെന്ന്. നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞയാൾ KC വേണുഗോപാലാണ്. ഇത്തരം ഇരട്ടത്താപ്പുകളുടെയും ഇത്തരം ആത്മാർത്ഥത ഇല്ലായ്മയുടെയും സത്യസന്ധത ഇല്ലായ്മയുടെയും ഒരവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയം കടന്നു പോകുന്നത്. അതിനകത്ത് നമ്മുടെ സാമുദായിക നേതാക്കൾ മിണ്ടാതിരിക്കുകയാണ് നല്ലത് എന്നല്ല പറയുന്നത്. അവർ മിണ്ടിക്കോട്ടെ, പക്ഷേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരും അറിഞ്ഞിരിക്കണം. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ SNDPക്ക് വേണ്ടി കുറേ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ അനുവദിച്ചിട്ട് അത് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. തോട്ടുവായിൽ, പെരുമ്പാവൂരിൽ അടുത്തുള്ള തോട്ടുവായിൽ
ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തിട്ട് അത് വേറെ ആർക്കോ വിറ്റു. അത് മാത്രമല്ല, കടയിരിപ്പിലെ സ്കൂൾ, SNDPയുടെ സ്കൂൾ, കടയിരിപ്പിലെ സ്കൂൾ, കോളേജ്, ആ ആ ഇവർ പറയുന്നത് അത് SNDPയുടെ അല്ല. കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നെ പറയുന്നത് SNDPയുടെ അല്ല, ഞങ്ങൾ കുറേ വ്യക്തികളുടെയാണ് ആ സ്കൂള് എന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിലൊന്നും ഒരു കഴമ്പുമില്ല, ഒരു ആത്മാർത്ഥതയില്ല. വെള്ളാപ്പള്ളി നടേശൻ കാണിക്കുന്നതിലും ആത്മാർത്ഥതയില്ല, സുകുമാരൻ നായർ കാണിക്കുന്നതിലും ഒരു ആത്മാർത്ഥതയില്ല എന്ന് ഈഴവർക്കും നായന്മാർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പിന്നെ എന്താണ് വഴി? അപ്പോൾ പിന്നെ ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി, ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അനാചാരങ്ങളെ ആയിക്കോട്ടെ, മറ്റവരിൽ അനാചാരമൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? മൊത്തം തുറന്ന് അവരുടെ കിതാബൊക്കെ തുറന്നു കഴിഞ്ഞാൽ മൊത്തം അനാചാരമാണ്. അതൊന്നും മാറ്റാനൊന്നും ഒരാളും ഇവിടെ വന്ന് പറയുന്നില്ല, അവരുടെ ഇടയിൽ നിന്ന് പറയുന്നില്ല. ഇപ്പോൾ പഹൽഗാമിലും ഡൽഹിയിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരക്ഷരം വേണ്ടിയില്ല ഈ പറയുന്ന മുസ്ലിം നാമധാരികൾ, ഒരാൾ പോലും പറഞ്ഞില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഇവിടെ BJP അധികാരത്തിൽ വന്നേ പറ്റൂ. BJP അധികാരത്തിൽ കൊണ്ടുവരണം, BJP അധികാരത്തിൽ വരണം. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. BJP ആണെങ്കിൽ പോലും BJPയിലേക്ക് വരുന്ന കണ്ട അണ്ടനെ അടകടനെയൊക്കെ BJP സ്വീകരിക്കാൻ തുടങ്ങിയാൽ മറ്റേ പാർട്ടികളൊക്കെ ജീർണിച്ചതുപോലെ തന്നെ കേരളത്തിലെ BJPയും ജീർണിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് ചെയ്യാൻ പാടില്ല.